അതോടൊപ്പം ആവേശകരമായ ഒരു ഭൂരിപക്ഷം എന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയാത്ത പോലത്തെ ഒരു ഭൂരിപക്ഷമാണ്. ആരും പറയും പലതരത്തിൽ ചരിത്രപരം എന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ വിശേഷിക്കുന്നുണ്ട്. പക്ഷെ ഇത് ചരിത്രപരമായ ഒരു ഭൂരിപക്ഷം അത് ഇതുവരെ ഉണ്ടായിരുന്നത് കെ ശൈലജയുടെ പേരിൽ ഒരു റെക്കോർഡൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് റെക്കോർഡൊക്കെ ഭേദിച്ച് എങ്ങോട്ടോ പോവുകയാണ്. അരുൺ, എങ്ങോട്ടാണ് ഇത് പോകുന്നത്? സർവകാല റെക്കോർഡിലേക്ക്, നിയമസഭാ ചരിത്രത്തിലെ കേരളം കണ്ട സർവകാല റെക്കോർഡിലേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടിയെ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കെ ശൈലജയുടെ 60,000 വോട്ടിനേക്കാൾ 25,000 വോട്ട് അധികം ലഭിച്ചതുകൊണ്ട് 85,000 കടന്നിരിക്കുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച്. അവസാന റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു. ഇനി ഏതാനും മെഷീനുകൾ മാത്രമാണ് എണ്ണി തീർക്കാനുള്ളത്. അപ്പോൾ 85,000 90,000 ഇടയിലൊരു നമ്പറിലേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി എത്തുന്നു എന്നുള്ളതാണ്. ജില്ലയിൽ ആകെ തന്നെ ആ ഒരു തരംഗമാണ്. 16-16 എന്ന് പറഞ്ഞു ലീഗ് അത് നേടി. കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 60,000 പ്ലസ് എന്നാണ് പറഞ്ഞത്. അതിലേക്കും ലീഗ് എത്തി. ലീഗിനെ സംബന്ധിച്ച് ഇത് റെക്കോർഡ് ജയമാണ്. സർവകാല റെക്കോർഡിലേക്ക് അവരുടെ സീറ്റുകളുടെ നിലയും എത്തുന്നു. 27-ൽ 22 ജയിക്കുന്നു. ആദ്യ വനിതാ MLA ഉണ്ടാകുന്നു. സ്ട്രൈക്ക് റേറ്റിൽ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് ഉള്ള രാഷ്ട്രീയ പാർട്ടിയായി കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതെ, നമ്മൾ IPL വൈഭവ് സൂര്യവംശിയെ പോലുള്ള സ്ട്രൈക്ക് റേറ്റ് ആണ് ഇന്ന് മൊത്തത്തിൽ കുറെ സ്ഥലത്ത് ഒരു IPL മത്സരത്തിന്റെ അതേ പ്രതീതി. ഇപ്പൊ കഴക്കൂട്ടത്തായാലും കോന്നിയിലായാലും ഒക്കെ ഈ അവസാന നിമിഷം വരെയും മണലൂരില് ഒക്കെ ഈ IPL മത്സരത്തിന്റെ പ്രതീതിയുണ്ട്. എന്തായാലും